നമ്മൾ തട്ടുകടയിൽ ചെന്ന് അവിടെ വൃത്തികെട്ട വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൈ കഴുകിയിട്ട് പോരും. നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ കടക്കാർ വിചാരിക്കുന്നു ഇത് കൺസ്യൂമറിന് ഓക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിലും ആ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻ്റ് ആകാനുള്ള ബുദ്ധിമുട്ടോ അതുകൊണ്ടാണ്. എന്താണ് ഈ പഴകിയ ഭക്ഷണം? ഈ ഭക്ഷ്യസുരക്ഷാ ജീവനക്കാർ ഫ്രിഡ്ജ് തുറന്നിട്ട് പറയും ഓ പഴകിയ ഭക്ഷണം എന്നിട്ട് പറഞ്ഞ് എടുത്ത് ഡിസ്കാർഡ് ചെയ്യും. ഭക്ഷ്യസുരക്ഷാ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ FSS ആക്ടിൽ ഷെഡ്യൂൾ 4 ഗൈഡ് ലൈൻ ആണ് പാലിക്കുന്നത്. അതിൽ നിയമം പറയുന്നത് ഭക്ഷണം എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം, അത് ഫുഡ് ഗ്രേഡ് ആയിരിക്കണം. ആ പാത്രത്തിനുള്ളിൽ എന്ത് ഭക്ഷണമാണോ അടങ്ങിയിരിക്കുന്നത് അതിലൊരു ലേബൽ ഉണ്ടായിരിക്കണം. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന മുതലാളി എന്നോട് പറഞ്ഞു സർ ദിസ് ഈസ് നോട്ട് എ പ്രൈമറി ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽ. പിന്നെ നിങ്ങൾ എന്തിനാണ് വിൽക്കുന്നത്? ഹൂ സെഡ് ഐ ആം സെല്ലിംഗ് ദിസ് ആസ് എ പ്രൈമറി ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽ. നിങ്ങളൊരു പാക്കേജിംഗ് മെറ്റീരിയൽ മേടിക്കുമ്പോൾ ആരാണോ നിർമ്മാതാവ് അവർക്ക് ഇമെയിൽ ചെയ്തിട്ട് ചോദിക്കുക ഇതിൻ്റെ ഫുഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അയച്ചു തരിക. നോർമലി അവരുടെ വെബ്സൈറ്റിലൊക്കെ കാണും. ഒന്ന് നമ്മൾ പ്രതികരിക്കണം, ലേബിൾ വായിക്കുക. ലേബിൾ ഒരിക്കലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉള്ളിലായിരിക്കരുത്. പിന്നെ വേറെ ഒന്ന് പറയേണ്ടത്, നമ്മൾ ടേക്ക് അവേ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമ്മൾ കണ്ടമാനം ഓർഡർ ചെയ്യുന്നു. എത്ര പേര് അത് ഒന്നും കൂടെ റീഹീറ്റ് ചെയ്യാറുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആലുവയുടെ അടുത്ത് ഞങ്ങൾ രാത്രി കഴിക്കാനായിട്ട് മോള് മുട്ടക്കറി വേണം എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് വേണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച ഒരു കടയിൽ നിന്ന് മേടിച്ചാണ്. അതും സാധാരണ തട്ടുകട പോലെ അല്ല, നല്ലൊരു കട, കുഞ്ഞിനും കൂടെ ഉള്ളതായതുകൊണ്ട് നല്ലൊരു കടയിൽ നിന്ന് മേടിച്ചു. മുട്ടക്കറി മുട്ടക്കറി ഞങ്ങൾ ഇതിൽ സ്വിഗ്ഗിയിൽ പോലും അല്ല വന്നത്. അതിലെനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ വരാം അതിലോട്ട്. അത് കടയിൽ പോയി ഞങ്ങൾ മേടിച്ചു കഴിഞ്ഞ് നമ്മൾ അത് തുറന്നു നോക്കുന്നില്ലല്ലോ മുട്ടയുടെ കളർ എന്താ പരുവം എന്താന്നുള്ളത്. വിശന്ന് വീട്ടിൽ വന്ന് മുട്ടക്കറി തുറന്നപ്പോഴത്തേക്ക് മുട്ടയുടെ കളർ യു ഡോണ്ട് ബിലീവ് കറുത്ത കളറിലിരിക്കുന്നു. അപ്പൊ ഇതനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പൊ എന്റെ അടുത്ത് എന്റെ വീട്ടിൽ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു ഇത് കഴിക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞു കറുത്ത കളറിൽ ഇരിക്കുന്നതല്ലേ, കളർ മാറി, മുട്ടയുടെ ഒരു ആകൃതിയും ഇതൊന്നും ഇല്ല, അപ്പൊ ഇത് മാറ്റി വെക്കി, കറി മാത്രം കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവസാനം കറി മാത്രം അതിൽ ഒതുങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ വിളിച്ചു പറയാൻ വേണ്ടി ഫോൺ എടുത്തു. അതാണ് അതിലും ഏറ്റവും നല്ല രസം. അവിടെ വിളിച്ചു പറഞ്ഞു, ആളെടുത്തു, സാറേ മുട്ടയുടെ ഫോട്ടോ. അപ്പം മുട്ടയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. മുട്ടയുടെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് തിരിച്ചു സാർ അത് കഴിക്കണ്ട, അടുത്ത പ്രാവശ്യം വരുമ്പോൾ വന്നാൽ മതി, ഞാൻ കറി ഫ്രീ തരാം. സോ ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്റ്റോറൻറ്റ്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മേക്സ് എ വെരി ബിഗ് ഡിഫറൻസ്. ഇതിന് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു അടി ഉണ്ടാക്കാൻ പോയിട്ട് പ്രയോജനമുണ്ട്. അവരെന്ത് വിചാരിക്കും എന്നുള്ള ഇതിന്റെ പുറകെ നടക്കാനേ നമുക്ക് നേരമുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ പുറകെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ പല ഇൻസിഡൻസും വിഴുങ്ങി കളയാറുണ്ട്, നമ്മൾ ടേക്കപ്പ് ചെയ്യാറില്ല. ഞാൻ ഇതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, സ്മാർട്ട് ഫോണാണ്, കുറേ ആപ്സും ഉണ്ട്. ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടി FSSAI ഉണ്ടാക്കിയ ഒരു ആപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പ്. അതെല്ലാവരും കേൾക്കുന്ന ആൾക്കാരും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഒന്നും കൂടെ പറയാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്പ് വരും, അത് ഡൗൺലോഡ് ചെയ്യാം. അതുവഴി നമുക്ക് ഈ പരാതികൾ അപ്ലോഡ് ചെയ്യാം. അത് നമുക്ക് ഉത്തരം കിട്ടും. ഇല്ല, നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഒരു നമ്മൾ ഭക്ഷണ സ്ഥാപനത്തിൽ ചെന്നു, നമുക്ക് അവിടുത്തെ വൃത്തിയെക്കുറിച്ച് ആണ്, നമുക്കതിൻ്റെ ഫോട്ടോ എടുക്കാം. നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ കുറിച്ചാണെങ്കിൽ അതിൻ്റെ ബില്ല് എടുക്കാം, അല്ലേ? ഇതൊക്കെ എടുത്ത് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ FSSAI എന്ത് ചെയ്യും? അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ, നമ്മൾ ഈ കടയുടെ പേര്, അവർ FSSAI ലൈസൻസ് നമ്പർ ഉണ്ടോ? അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, ഓ ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നത്? നിയമം അനുശാസിക്കുന്നത് ഭക്ഷണം വിൽക്കുമ്പോൾ ഒരു ബില്ല് കിട്ടും, അതിൽ FSSAIയുടെ ലൈസൻസ് നമ്പർ ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്, എന്നിട്ട് ഞാൻ കടക്കാരോട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളും ആദ്യം നമ്മളൊരു എൻഫോഴ്സ്മെന്റ് ഏജൻസി, ജസ്റ്റ് ഒരു നോളജ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങൾ നല്ല ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ചിലവർ നല്ല പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്, ചിലവർ ചോദിക്കും നീ ആരടാ ഇതൊക്കെ പറഞ്ഞു തരാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ FSSAI ലൈസൻസ് നമ്പറും കടയുടെ സ്ഥാപനത്തിൻ്റെ പേരൊക്കെ എല്ലാം ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇത് അപ്ലോഡ് ചെയ്യുക. FSSAI സ്റ്റേറ്റ്, ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷണർക്ക് അത് ഫോർവേഡ് ചെയ്യും. പിന്നെ കമ്മീഷണറിന് അത് നോക്കും ആരുടെ ജൂറിസ്ഡിക്ഷനിലാണ് അത് പോവും, അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ FSSAIയുടെ നമ്മളെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ഒരു പോർട്ടലുണ്ട്, അതിൻ്റെ പേരാണ് ഫോസ്കോസ്, ഫുഡ് സേഫ്റ്റി
കംപ്ലയൻസ് സിസ്റ്റം. ഇത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കേണ്ട പോർട്ടൽ മാത്രമല്ല, ഉപഭോക്താക്കൾക്ക് പരാതിപ്പെടാൻ വേണ്ടിയുള്ള ഒരു പോർട്ടലുമാണ്. നമുക്ക് ഇതിൽ കയറിയും ഇതുപോലെ പരാതിപ്പെടാം. ഇനി ഇതിൽ പ്രത്യേക വേറൊരു സെഗ്മെൻ്റ് ഉണ്ട്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ലേബിൾ. നമ്മൾ മേടിക്കുന്ന മിക്ക ഭക്ഷ്യപദാർത്ഥങ്ങളിൽ കുറേ ക്ലെയിംസ് കാണും. ഒരു പക്ഷേ ഹെൽത്ത് ക്ലെയിംസ് ആയിരിക്കാം. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂടും. കോവിഡിൻ്റെ സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഷുഗർ ഫ്രീ. എനിക്കറിയാം തിരുവനന്തപുരത്തൊക്കെ ചില സ്ഥാപനങ്ങളുണ്ട് ഡയബറ്റിക് ഫ്രണ്ട്ലി കടകൾ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ഡയബറ്റിക് ആയതുകൊണ്ട് ഒരു ദിവസം ചെന്ന് കയറി കൊടുത്തു. ചെന്ന് നോക്കുമ്പോഴേ ഇതൊക്കെ എല്ലാം ആൾക്കാരെ വിഡ്ഢികളാക്കുന്നതാണ്. കാരണം നമ്മൾ പരസ്യവാചകങ്ങളിലും അതിലെ മോഡലുകളും ഷാറുഖ് ഖാനെയും ഇവരെയും കണ്ടിട്ട് നമ്മൾ വിശ്വസിച്ച് അത് മേടിക്കുന്നു. നമ്മൾ ലേബിൾ വായിച്ച് നോക്കുന്നില്ല. ഒരു പക്ഷേ ഷുഗർ ഫ്രീ എന്ന് പറയും. അതിൽ ഒരു പക്ഷേ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ കടന്നുകൂടുന്നത്? പഞ്ചസാര, തരി. പക്ഷെ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു പക്ഷെ അത് സോർബിറ്റോൾ ആയിരിക്കാം, ഫ്രൂക്ടോസ് ആയിരിക്കാം, സൂക്രോസ് ആയിരിക്കും. അത് വേറെ ഏതെങ്കിലും രൂപത്തിലൊക്കെ ആയിരിക്കും അത് ഇടുന്നത്. ഒരു പക്ഷെ അത് സാധാ പഞ്ചസാരയെക്കാളും ഹാനികരമായിരിക്കാം, അബ്സോർബ് ചെയ്യുന്നതുമാണ് ഏറ്റവും കൂടുതൽ. അതെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ FSSAI എന്നൊരു വാക്ക് ഒരു പാക്കറ്റിൽ കണ്ടാൽ നമുക്കത് വിശ്വസിച്ച് മേടിക്കാം എന്നാണോ പറയുന്നത്? ആ ഒരു ആധികാരിക ഉപയോഗിച്ച് ഈ ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാം അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളെല്ലാം സേഫ് ആക്കുന്ന ഒരു അതോറിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് മേടിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഞാൻ കെട്ടിയിരിക്കുന്ന വാച്ച് ഞാൻ ഇന്ന ബ്രാൻഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് എന്നെ വിശ്വാസമുള്ളത് കൊണ്ട് വിശ്വസിക്കും. പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു പക്ഷേ അത് ഒറിജിനൽ ഷോറൂമിൽ കൊണ്ടുപോയി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് മെക്കാനിസം ഉണ്ട് എന്ന് പറയും പോലെ ഈ ഫോസ്കോസ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ FSSAI ഈ പാക്കറ്റിൽ അടിച്ചിരിക്കുന്ന ലേബിൾ ലൈസൻസ് നമ്പർ 14 അക്കത്തിൻ്റെ നമ്പർ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പേരൊക്കെ എല്ലാം കറക്റ്റ് ആണോ നോക്കാം. പിന്നെ അവർക്ക് എന്തെല്ലാം ബിസിനസ് ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ടുണ്ടോ അതും അതിൽ. നമ്മുടെ നാട്ടിൽ ഇത്രയും കൺഫ്യൂസ്ഡ് ആണ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതൊരു വലിയൊരു ഭാരം ചുമക്കുന്ന പോലെയാണ് ഈ ഒരു ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കൊണ്ട് നടക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനൊരു കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്കൊരു വറിയേ ഇല്ല. കാരണം അവിടെ കൊടുക്കുന്ന സാധനങ്ങൾ ക്വാളിറ്റിയാണ്, അവിടെ ആൾക്കാർ അവെയറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു, നമുക്ക് എന്തുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല? നമ്മളെ രാജ്യത്ത് FSSAI നിലവിൽ വന്നത് 2011 ആക്ട് വന്നത് 2006. നമ്മളിന്ന് 2026. പക്ഷേ 2006 മുന്നേയും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ടായിരുന്നു. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് അത് വ്യത്യസ്തമായിരുന്നു, പാലിന് സെപ്പറേറ്റ് ആക്ട്. അപ്പോൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. 2006 ഇതിനെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരുന്നു. പണ്ട് നമ്മുടെ രാജ്യത്ത് ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലും ഇല്ലായിരുന്നു. ഇതെല്ലാം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സൊക്കെയാണ്, ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. 2006 ശേഷമാണ് ഇത് നിയമം കൊണ്ടുവന്നതിന് ശേഷം പ്രത്യേകം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിലവിൽ വന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെക്കാളും വെല്ലുവിളിക്കുന്നതാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ ആസ് കൺസ്യൂമേഴ്സ്. നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അതുകൊണ്ട് നമ്മൾ റിയാക്റ്റും ചെയ്യുന്നില്ല. അവയർനെസ് ഇല്ലായ്മയാണ് മെയിൻ പ്രശ്നം. പിന്നെ നമ്മൾ തട്ടുകളിൽ ചെന്ന് അവിടെ വൃത്തികെട്ട വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൈ കഴുകിയിട്ട് പോരും, ഇല്ലെങ്കിൽ നമ്മൾ കൈ കഴുകാതെ പോരും. നമ്മൾ പ്രതികരിക്കുന്നില്ല. അപ്പോൾ കടക്കാർ വിചാരിക്കുന്നു ഇത് കൺസ്യൂമറിന് ഓക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിലും ആ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻ്റ് ആകാനുള്ള ബുദ്ധിമുട്ടോ അതുകൊണ്ടാണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് വിചാരിച്ചത് കൊണ്ട് മാത്രം നടക്കത്തില്ല. നമ്മുടെയൊക്കെ കഴുത്തിലുള്ള താലിമാല അല്ലെങ്കിൽ ഒരു മാല, അതിൽ ഏതെങ്കിലും ഒരു കണ്ണി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് താഴെ വീഴും എന്ന് പറയുമ്പോൾ ഇത് ഓരോ കണ്ണികൾ പോലെയാണ് നമ്മൾ ഓരോ കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് GCC കൺട്രീസിൽ അവിടുത്തെ ഫുഡ് സേഫ്റ്റി ഭയങ്കര, അവിടെയൊക്കെ ഭക്ഷ്യവിഷബാധ വന്നു കഴിഞ്ഞാൽ
ആ സ്ഥാപനത്തിന്റെ കാര്യം കട്ടപ്പോകയാണ്. പണ്ട് നമുക്കൊരു ഇൻസിഡന്റ് അറിയാലോ, ഒരു സ്വീറ്റിനകത്ത് ഒരു പുഴു കണ്ടു, മെയിൻ ഒരു മേജർ ബ്രാൻഡ്, അവിടെ നിന്നാണ് പിടിച്ചത്. അത് നമ്മുടെ അവിടെ അത് മാഞ്ഞുപോയി. അത് പുറം രാജ്യത്ത് ഇതുപോലൊരു ഇൻസിഡന്റ് വന്നതുകൊണ്ട് അവരത് റീകോൾ ചെയ്തു, കംപ്ലീറ്റ് പ്രോഡക്ട്സിനെ റീകോൾ ചെയ്തു. കറക്റ്റ്. പിന്നെ ഇതിൽ വരുന്നത് നമ്മുടെ എല്ലാവരും വിചാരം ഭക്ഷണത്തിൻ്റെ എൻഡ് പ്രോഡക്റ്റാണ് നമ്മളെല്ലാം വിലയിരുത്തുന്നത്. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ഓരോ ഫുഡ് ഹാൻഡ്ലേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചില സ്ഥാപനങ്ങളിലും അവർ ഒരു പുതിയൊരു തൊഴിലാളി വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് അവരെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. അതൊരു അംഗീകൃത ഡോക്ടർ നൽകേണ്ട FSSAIയുടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ നൽകേണ്ട ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം അവിടെ പ്രവേശിച്ച് ജോലി ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. സാധാരണ അവർ എടുക്കും, തോന്നുമ്പോഴൊക്കെ എടുക്കും. അപ്പം ഇത് ഒരു ലബോറട്ടറി ടെസ്റ്റ് റിപ്പോർട്ട് ബാക്കിംഗ് ഉണ്ടായിരിക്കണം. പൊതുവേ എൻറ്ററിക് ഡിസീസസ്, നമ്മൾ ഡിപ്തീരിയ, ടൈഫോയിഡ്, ടെറ്റനസ്, കോളറ, ഇപ്പോൾ കോവിഡ്. അപ്പോൾ അത് ഡോക്ടർ നിശ്ചയിക്കും ഇതൊക്കെ വാക്സിനേഷൻ എടുക്കണമെങ്കിൽ എടുക്കണം. കോവിഡിൻ്റെ ടെസ്റ്റ്, പിന്നെ പ്രത്യേകിച്ച് സ്കിൻ ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് അറിയാമെങ്കിലും എല്ലാം ലാഘവത്തോടെ എടുക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ സമൂഹത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഏതൊരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറും നൽകാവുന്നതാണ്. അതൊരു നമ്മൾ അലോപ്പതി തന്നെ ആകണമെന്നില്ല, ഹോമിയോ, ആയുർവേദം, യുനാനി ആകാം. പക്ഷേ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം. ഇതൊക്കെ എടുത്തു വയ്ക്കുമ്പോഴാണ് നമുക്കും ഒരു ഉറപ്പ് വരുന്നത്. ആസ് എ ബിസിനസ് ഓൺട്രപ്രണർ നമുക്കൊരു ഉറപ്പ്, നമ്മൾ തൊഴിലിന് വെച്ചിരിക്കുന്ന തൊഴിലാളി അവന് യാതൊരു അസുഖവുമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ മുഖാന്തരം ഒരു പക്ഷേ ഭക്ഷണത്തിൽ കൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഹ്യൂമൻ ടു ഹ്യൂമൻ കോൺടാക്ട് വഴി രോഗങ്ങൾ പകരാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിൽ കൂടെയും അസുഖങ്ങൾ പകരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന പോലെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉടമയാണെങ്കിലും അതൊരു 5 സ്റ്റാർ ആണെങ്കിലും 4 സ്റ്റാർ ആണെങ്കിലും 3 സ്റ്റാർ ആണെങ്കിലും കുറഞ്ഞു വന്ന് ഒരു സാധാരണ കടയിൽ നിൽക്കുന്ന, ഒരു തട്ടുകടയിൽ നിൽക്കുന്ന, പണ്ടത്തെ ഇതിൽ പറഞ്ഞ ഇപ്പോൾ ഒരു മാസ്റ്റർ ഷെഫായി, പണ്ട് മാസ്റ്ററായിരുന്നു, പൊറോട്ട മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് മാസ്റ്റർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് വരെ ഈ അവയർനെസ്സും അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ അവയർനെസ് വേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 വളരെ വ്യക്തമായിട്ട് സെക്ഷൻ 16(3)(h) പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് FSSAI ടു എൻഷുർ എവറി ഫുഡ് ഹാൻഡ്ലർ ഇൻ അവർ കൺട്രി ഈസ് ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ്. അതായത് ട്രെയിനിങ് നൽകുക മാത്രമല്ല, അവർക്കൊരു സർട്ടിഫിക്കേഷൻ നൽകണം. അങ്ങനെയാണ് FSSAI അവരൊരു ട്രെയിനിങ് ഡിവിഷന് 2017 രൂപം കൊടുത്തത്. ആ ട്രെയിനിങ് ഡിവിഷൻ്റെ പേരാണ് ഫോസ്റ്റാക്, അതായത് ഫുഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഈ എന്താണ് സർട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിനിങ്ങിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ 20 ചോദ്യങ്ങളുടെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് ആ ക്ലാസ്സിൻ്റെ കണ്ടന്റിൻ്റെ വെരി ബേസിക്സ്, അത് 60% മേലെ മാർക്ക് കിട്ടിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ആ സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് ഫുഡ് സേഫ്റ്റി സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ കാലാവധി 2 വർഷമാണ്. ഇതിപ്പോൾ കേറ്ററിംഗ് മേഖലയിലുള്ളവർക്ക് കേറ്ററിംഗ് ആണ്, മാനുഫാക്ചറിങ്, ഡയറി ആണെങ്കിൽ ഡയറി, അങ്ങനെ 24 ഏറെ സെക്ടേഴ്സിലാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത്. ഇത് 4 മണിക്കൂറിൻ്റെ ബേസിക് കോഴ്സസും ഉണ്ട്, 8 മണിക്കൂറിൻ്റെ അഡ്വാൻസ് കോഴ്സും ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ അവരുടെ നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ക്വിക്ക് ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അതായത് നമ്മൾ ഈ തട്ടുകടയുടെ കാര്യം പറഞ്ഞപ്പോൾ, ഈ തട്ടുകടയിൽ നമുക്കൊരു പ്ലേറ്റ് തരും, ആ പ്ലേറ്റിനകത്തൊരു പേപ്പർ ഇങ്ങനെ വിരിച്ചേക്കും. ആ 2 ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്യാണ്. അപ്പം ആ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ നമുക്ക് എത്രത്തോളം അത് ഹാനികരമാണ് എന്നുള്ളത് ഒരു കോൺസെപ്റ്റ്. 2, നമ്മൾ ഈ കുടിക്കുന്ന പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്ന ഈ ബോട്ടിൽ, ആ ബോട്ടിലിനകത്ത് ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ എത്രത്തോളം സേഫാണ്, ഇത് 2ൻ്റെയും സേഫ്റ്റി. ഓക്കെ, നമ്മൾ ഏതൊരു ഭക്ഷണവും ഒരു പാക്കേജിങ് മെറ്റീരിയലായിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ ആ പാക്കേജിങ് മെറ്റീരിയൽ പ്രൈമറി പാക്കേജിങ് മെറ്റീരിയലായിട്ട് പറയും. അതായത് ഉദാഹരണം ഒരു കപ്പലിൻ്റെ മുട്ടായി ഒരു പ്ലാസ്റ്റിക് ഇതിൽ, അപ്പോൾ അതാണ് പ്രൈമറി. അതിന് വേറെ ഒരു കവറിൻ്റെ തെള്ളുമ്പോൾ സെക്കൻഡറി. അപ്പോൾ നിയമം പറയുന്നത് പ്രൈമറി പാക്കേജിങ് മെറ്റീരിയൽ എപ്പോഴും ഫുഡ് ഗ്രേഡ് ആയിരിക്കണം. അപ്പോൾ
ഈ തട്ടുകടയുടെ ആ പേപ്പർ പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കാനുള്ളൊരു കാരണമുണ്ട്. എനിക്കൊരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട്. അപ്പോൾ ഈ തട്ടുകടയുടെ ആ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു QR കോഡുണ്ട്. അത് മാനുഫാക്ചർ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ വെരി ക്ലിയർലി ബയോഡീഗ്രേഡബിൾ. അപ്പം ഞാൻ തട്ടുകടക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പറും കൊണ്ടുപോയിട്ട് ചോദിക്കും, ഇത് എന്താണെന്ന് കാണുമ്പോൾ സാറേ ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ പറയും ഇത് ഉപയോഗിക്കാം. പിന്നെ എന്താ സാറേ അതെന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അതിൽ എഴുതിയിട്ടുണ്ടല്ലോ ബയോഡീഗ്രേഡബിൾ. പക്ഷെ എന്താണ് ബയോഡീഗ്രേഡബിൾ എന്ന് നമ്മളാരും ചിന്തിക്കുന്നില്ല. ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഹാനികരമല്ലാത്തത്. എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഫുഡ് സേഫാണ്, മനുഷ്യർക്ക് സേഫാണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഇത് സേലത്തും തിരുവനന്തപുരത്തൊക്കെ സേലത്തിൽ നിന്നും സൂറത്തിൽ നിന്നും വരുന്ന 2 കമ്പനികളിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവർക്ക് ഒരു റെക്കോർഡ് പർപ്പസിന് ഇതിൻ്റെ ഫോട്ടോ സഹിതം ഞാൻ ഇമെയിൽ ചെയ്ത് അയച്ചു. അവർ മറുപടി തന്നില്ല. 3-ാമത്തെ ദിവസം ഞാൻ വിളിച്ചു. അതിൽ ഒരു സേലത്തിലുള്ള മുതലാളി ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എടുത്ത വാക്കിന് പറഞ്ഞു, സർ ദിസ് ഈസ് നോട്ട് ഫുഡ് ഗ്രേഡ്, ദിസ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ പ്രൈമറി ഫുഡ് പാക്കേജിങ്. ഇത് നോക്കുന്നതിന് മുമ്പേ, ഞാൻ വിളിക്കുന്നതിന് മുന്നേയും ഇമെയിൽ അയക്കുന്നതിന് മുന്നേ അവരെ വെബ്സൈറ്റിൽ കയറി ഞാൻ നോക്കി. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ബയോഡീഗ്രേഡബിളിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ FSSAI അംഗീകാരമുള്ള അല്ലെങ്കിൽ അംഗീകൃത ലബോറട്ടറിയിൽ നിന്നുള്ള ഫുഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ദെൻ വൈ ആർ ദേ യൂസിങ് ഇറ്റ്? ഒന്ന് അറിവില്ലായ്മയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ ആ കമന്റ് പറയും. എന്താണെന്നറിയാമോ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇത് അറിഞ്ഞോണ്ട് അറിയാതെയോ നമ്മൾ ഇത് പോയി വാങ്ങി കഴിക്കുന്നു. അപ്പൊ നമ്മൾ മണ്ടരാണോ അതോ നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു പ്രക്രിയക്ക് നമ്മൾ കൂട്ടു നിൽക്കുകയാണോ? അത് ഏതാണ് ശരിയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ മണ്ടന്മാരല്ല. നമുക്ക് അറിവും വിദ്യാഭ്യാസവും വിവേകവും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ചിലപ്പോൾ പറയില്ലേ ചീറ്റ് ഡേ എന്ന് പറയത്തില്ലേ, നമ്മൾ ചോദിക്കും പോട്ട് കുഴപ്പമില്ല ഒരിക്കൽ തന്നെയല്ലോ. പക്ഷേ ഈ ഒരിക്കൽ പലതവണയായിട്ട് ഒരു പക്ഷേ ക്യാൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന മുതലാളി എന്നോട് പറഞ്ഞു, സർ ദിസ് ഈസ് നോട്ട് എ പ്രൈമറി ഫുഡ് പാക്കേജിങ് മെറ്റീരിയൽ. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാ വിൽക്കുന്നത്? ഹൂ സെഡ് ഐ ആം സെല്ലിങ് ദിസ് ആസ് എ പ്രൈമറി ഫുഡ് പാക്കേജിങ് മെറ്റീരിയൽ? ഞാൻ ഇത് വിൽക്കുന്നു. അത് മറ്റുള്ളവർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയേണ്ട കാര്യം എനിക്ക് ഇല്ല. അപ്പോൾ ഈ തട്ടുകടയിലെ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ കുപ്പിയിൽ കിട്ടുന്ന വെള്ളം, ഈ കുപ്പി അതും പ്രൈമറി പാക്കേജിങ് മെറ്റീരിയലാണ്. നേരത്തെ പപ്പടത്തിൻ്റെ കേസ് പറഞ്ഞതുപോലെ കവർ അത് പ്രൈമറി പാക്കേജിങ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ നിർമ്മാതാവ് ഇത് ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇട്ട് വിൽക്കാൻ വേണ്ടിയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ FSSAIയുടെ അംഗീകൃത ലാബിൽ കൊടുത്ത് ഇത് ഫുഡ് ഗ്രേഡ് ആണോ എന്ന് തെളിയിക്കണം. ഫുഡ് ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം കെമിക്കൽസാണ്. അപ്പോൾ അതിനൊരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. അതായത് നിശ്ചിത അളവിൽ കൂടാൻ പാടില്ല, അതിൽ കുറഞ്ഞ് വേണം നിൽക്കാൻ. അപ്പോൾ ആ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ്. അപ്പോൾ നാളെ നമ്മൾ ഒരു ഹോം ബേക്കേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ വീടുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു പാക്കേജിങ് മെറ്റീരിയൽ മേടിക്കുമ്പോൾ ആരാണോ നിർമ്മാതാവ് അവർക്ക് ഇമെയിൽ ചെയ്തിട്ട് ചോദിക്കുക, ഇതിൻ്റെ ഫുഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അയച്ചു തരിക. നോർമലി അവരുടെ വെബ്സൈറ്റിലൊക്കെ കാണും. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മളിപ്പം ഒരു സ്ഥലത്ത് ചെല്ലുന്നു, നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വളിച്ചു പോയ ഒരു കറി അല്ലെങ്കിൽ ഒരു കറിയിൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരുന്നു, സാമ്പിൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തെങ്കിലും അഴുക്കായതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. നമ്മൾ ആദ്യം അവരുടെ അടുത്ത് പറയുന്നു, അവരത് ചെയ്യാതിരിക്കാം. 2 ഓപ്ഷനും ഉണ്ട്. അത് ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വെളിയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സാമ്പിൾ എടുത്ത് നമ്മൾ കീപ്പ് ചെയ്താൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് നമ്മൾ ഈ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സാമ്പിൾ കൊണ്ട് എവിടെയാണ് ക്വാളിറ്റി ടെസ്റ്റിംഗ്, ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എത്ര നേരത്തിനുള്ളിൽ ഈ സാമ്പിൾ അവിടെ എത്തിക്കണം? ഈ 3 ചോദ്യങ്ങളാണ് പബ്ലിക്കിന് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സംശയം ഉള്ള ഏറിയാണ് ഇത് 3 ക്വസ്റ്റ്യൻസ്. വെരി ഗുഡ്. ഇത് ആദ്യമായിട്ട് നമുക്ക് ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കടക്കാരോട് പറഞ്ഞ് അവർ അതിന് സോൾവ് ചെയ്യാൻ നിന്നാൽ വളരെ നല്ലത്. അതുകൂടാതെ നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീഷ്യൽസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നമുക്ക് കേരളത്തിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹോട്ട് ലൈൻ നമ്പർ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നമ്പർ ഞാൻ പറയാം, 1800
00-425-1125. അപ്പോൾ ഈ നമ്പർ 24 hours ഇൻ ഓപ്പറേഷനാണ്. നമുക്ക് ഇതിൽ വിളിച്ചിട്ട് നമുക്ക് ഏത് സ്ഥാപനമാണ് ഇതെല്ലാം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. രണ്ടാമത് ഞാൻ പറഞ്ഞു ഫോസ്കോസ് പോർട്ടലിൽ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി കണക്ട് ആപ്പ് വഴി നമുക്ക് പരാതിപ്പെടാം. ഇനി സാമ്പിൾ കളക്ഷൻ അത് കുറച്ചൊരു ഡെലിക്കേറ്റാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഇരിക്കുന്നത്, റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചു, ഞാൻ ഒന്നുകിൽ പാഴ്സൽ മേടിച്ചു അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രശ്നം വന്നു. ഞാൻ ഈ സാമ്പിളും എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഫുഡ് സേഫ്റ്റി ഒഫീഷ്യൽസിന് കൈമാറുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് FSSAIയുടെ അംഗീകാരമുള്ള ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കോടതിയിൽ വരുമ്പോൾ വേണമെങ്കിൽ റെസ്റ്റോറൻറ്റുകാർക്ക് ഇത് ചലഞ്ച് ചെയ്യാം. ഡിലേ ഓഫ് സബ്മിഷൻ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് ടെമ്പറേച്ചറിലാണോ സ്റ്റോറേജ് ചെയ്തത് അല്ലേ? അപ്പോൾ അവിടെ പക്ഷേ അതിനൊക്കെ വേറെ കുറേ ലൂപ്പ് ഹോൾസൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയാണ് നിയമം അനുശാസിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ സാമ്പിൾ നമ്മൾ തന്നെ എടുത്ത് നമ്മൾ കറക്റ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ ടാഗെല്ലാം ഇട്ട് വയ്ക്കുക. നാളെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സേഫ്റ്റി ഒഫീഷ്യലിനോട് പറയാം, ഇന്നേ ദിവസം ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥം ഇതാണ് ഞങ്ങളുടെ ലോഗ് ഷീറ്റ്, ഇത്ര ടെമ്പറേച്ചർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് കൊണ്ടുപോവുക, ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ബിക്കോസ് ആ ഭക്ഷ്യപദാർത്ഥം കറക്റ്റ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അപ്പോഴും കേടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കോടതിയിൽ പോകുമ്പോഴാണ് അവിടെ ചില കേസുകൾ നിലനിൽക്കാതെ പോകാനുള്ള കാരണം എവിഡൻസ് ഇല്ലാഞ്ഞിട്ടാണ്. പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് അത് എവിഡൻസ് എത്തിക്കുന്നില്ല. അതുകൊണ്ട് ഭക്ഷ്യമേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരും ഇപ്പൊ റീറ്റെയിൽ കടകളിൽ ഈ ചെസ്റ്റ് ഫ്രീസർ കാണും, ഐസ്ക്രീം ഒക്കെ വെക്കുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഫ്രീസർ അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ അതിന് ടെമ്പറേച്ചർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ദിവസം 2 മണിക്കൂർ കൂടുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ എഴുതി വയ്ക്കുക. നാളെ എന്തെങ്കിലും ഒരു കാരണവശാൽ അവിടെ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ്. പൊതുവെ എന്നോട് ആൾക്കാർ ചോദിക്കുന്നതാണ്, എൻ്റെ സുഹൃത്തുക്കൾ എന്താണ് ഈ പഴകിയ ഭക്ഷണം? ഈ ഭക്ഷ്യസുരക്ഷാ ജീവനക്കാർ ഫ്രിഡ്ജ് തുറന്നിട്ട് പറയും, പഴകിയ ഭക്ഷണം എന്നിട്ട് പറഞ്ഞ് എടുത്ത് ഡിസ്കാർഡ് ചെയ്യും. വെരി സിമ്പിൾ. അതായത് ഒരു ഭക്ഷ്യസുരക്ഷാ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ FSS ആക്ടിൽ ഷെഡ്യൂൾ 4 ഗൈഡ് ലൈൻ ആണ് പാലിക്കുന്നത്. അതിൽ നിയമം പറയുന്നത് ഭക്ഷണം എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കണം, അത് ഫുഡ് ഗ്രേഡ് ആയിരിക്കണം. ആ പാത്രത്തിൻ്റെ ഉള്ളിൽ എന്ത് ഭക്ഷണമാണോ അടങ്ങിയിരിക്കുന്നത് അതിലൊരു ലേബിൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ സാലഡിന് വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് എങ്കിൽ അതിൽ എഴുതണം എന്ത് വെജിറ്റബിൾസ് ആണ്, അത് എന്നാണ് അരിഞ്ഞു വെച്ചത് അല്ലെങ്കിൽ ബോയിൽ ചെയ്തത്, അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാണണം. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നാണ് ഇത് ചെയ്തു വെച്ചതെന്ന് അവർക്കറിയില്ല. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പഴകിയതാണ്. അപ്പോൾ അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ, അവർ പറയും കളയുക. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇന്നത്തെ ഫുൾ എൻറ്റയർ ഡിസ്കഷനകത്ത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ മടിച്ച് മാറി നിന്നിട്ട് കാര്യമേ ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ വ്യൂവേഴ്സിന് കുറേയൊക്കെ ബേസിക് അവയർനെസ് കിട്ടിക്കാണും. എനിക്ക് ഒന്നും കൂടെ ഊന്നൽ കൊടുക്കേണ്ടത്, ഒന്ന് നമ്മൾ പ്രതികരിക്കണം, ലേബിൾ വായിക്കുക. ലേബിൾ ഒരിക്കലും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉള്ളിലായിരിക്കരുത്. പിന്നെ വേറെ ഒന്ന് പറയേണ്ടത്, നമ്മൾ ടേക്ക് അവേ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമ്മൾ കണ്ടമാനം ഓർഡർ ചെയ്യുന്നുണ്ട്. എത്ര പേര് അത് ഒന്നും കൂടെ റീഹീറ്റ് ചെയ്യാറുണ്ട്? അത് എത്ര നിമിഷത്തിന് ശേഷമാണ് നമുക്ക് വരുന്നത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയേണ്ടത്, ചൂടോടെ ഭക്ഷിക്കേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ നമ്മൾ ഒന്നും കൂടെ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്നുകിൽ സ്റ്റൗവിലോ അടുപ്പിലോ മൈക്രോവേവിലോ നമ്മൾ ഒരു 60 ഡിഗ്രി സെൽഷ്യസിന് മേലെ നമ്മൾ നല്ലവണ്ണം അത് ചൂടാക്കി എടുക്കുക. ബേസിക്കലി അതിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി നിയമം അനുശാസിക്കുന്നുണ്ട്. ഇത് ടേക്ക് അവേ നൽകുന്ന ആൾക്കാർ ആ പാക്കറ്റിൽ ലേബിളിംഗ് ചെയ്യണം. എന്താണ് അതിൻ്റെ ഭക്ഷ്യപദാർത്ഥത്തിൻ്റെ പേര്, ഉണ്ടാക്കിയ ദിവസം, സമയം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, ടൈം, അത് നൽകണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഇതും നമ്മളും കൂടെ ഒന്ന് മനസ്സിലാക്കി അതൊക്കെ ഈ കടക്കാർ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അവരും നേരെയായ രീതിയിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ വിൽക്കും. അപ്പോൾ ബിനു എന്ന വ്യക്തിയെ നമ്മൾ പബ്ലിക്കിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ കോൺവെർസേഷൻസിലോട്ട് കയറുകയായിരുന്നു.
അപ്പോൾ താങ്കളുടെ ഒരു ബയോഗ്രഫി പറയുകയാണെങ്കിൽ യു ആർ ബേസിക്കലി എ ഫുഡ് സേഫ്റ്റി കൺസൾട്ടൻറ്റ്, ഓഡിറ്ററാണ്, സർട്ടിഫൈഡ് ഹോസ്പിറ്റാലിറ്റി ട്രെയിനറാണ്. ഏകദേശം 3 ഡെക്കേഡോളം, അത് നമ്മൾ സംസാരിക്കാത്ത ഒരു വിഷയമാണ്. ക്രൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷേ ബിനു എന്ന് പറയുന്ന വ്യക്തി ക്രൂസിലും അവിടെ അതിൻ്റെ ഓപ്പറേഷൻസ്, ലക്ഷറി ക്രൂസിൽ എൻ്റെ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. 3 ഫ്രഷ് ബിൽഡ് ക്രൂസ് ലോഞ്ച് ചെയ്യാനായിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹീസ് ആൻ IHM പ്രോഡക്റ്റ് ആണ്, ട്രിവാൻഡ്രം IHM പ്രോഡക്റ്റ് ആണ്. അതെ, എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് ട്രിവാൻഡ്രം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന IHM ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഒരു വ്യക്തി ഇത്രയും പ്രഗത്ഭനായി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായി മാറിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് മാത്രമല്ല, ഏകദേശം 25,000ഓളം, ഏകദേശം 25,000ഓളം ഫുഡ് സേഫ്റ്റി സൂപ്പർവൈസേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 400-ലധികം FSSAI പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിത് പേപ്പർ വെച്ച് വായിക്കുന്നത് കാണാതെ പഠിക്കുന്നതിലും അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി. സോ കംപ്ലീറ്റഡ് മോർ ദാൻ 100 ഹൈജീൻ റേറ്റിംഗ് ഓഡിറ്റ്സ്, ഏകദേശം 200 ലൈഫ് സ്കിൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. 50,000-ലേറെ ഡിജിറ്റൽ സെഷൻ വഴി 50,000-ലേറെ ലേണേഴ്സിൻ്റെ അടുത്ത് താങ്കളുടെ ലെസൺസ് എത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയും പ്രഗത്ഭനായ ഒരാൾ, ഇനിയും ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത് ക്വസ്റ്റ്യൻസ്, ഇനിയും ഉണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പം പബ്ലിക്കിന് ഇനിയും ഒരു സെഷനും കൂടെ കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിനോട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ വി വിൽ ആസ്ക് ദറ്റ് ക്വസ്റ്റ്യൻസ്. ഇനിയും നമുക്ക് അടുത്ത ഒരു സെഷൻ ഇതിനായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ബാക്കിയുള്ള പെൻഡിങ് ക്വസ്റ്റ്യൻസ് അന്ന് ചോദിക്കാം. എന്തായാലും നമ്മുടെ സ്പാർക്ക് ടോക്സിൽ ഇത്രയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു ലേമൻ, ഒരു സാധാരണക്കാരന് തോന്നുന്ന സംശയങ്ങൾ സാധാരണ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. എന്നെ ക്ഷണിച്ചതിന് നിങ്ങൾ രണ്ടുപേർക്കും വളരെയേറെ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു.